മാന്യ സദസ്സിന് വന്ദനം. ശ്രീ നാരായണ ഗുരുദേവന്റെ ദർശനം അദ്വൈതമാണ്. ആ ദർശനത്തിന്റെ കാലിക പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഒരു നൂറ്റാണ്ടിനപ്പുറം നിന്ന് ശ്രീ നാരായണ ഗുരുദേവ തൃപാദങ്ങള് മാനവരാശിക്ക് അരുളി ചെയ്തിട്ടുള്ള ഓരോ വാക്കും കാലാതീതമായി പ്രകാശിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗുരു ഒരു പ്രത്യേക പ്രദേശത്തിന് വേണ്ടിയോ ഒരു രാഷ്ട്രത്തിന് വേണ്ടിയോ അല്ല നിലപാടെടുത്തത്. മറിച്ച് ശ്രീ നാരായണ ഗുരുദേവൻ വിഭാവനം ചെയ്യുന്നത് വിശ്വസാഹോദര്യത്തിന്റെയും വിശ്വമാനവികതയുടെയും ഒരു ഉയർത്തെഴുന്നേൽപ്പിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ നാരായണ ഗുരുദേവനെ വിശ്വമാനവികതയുടെയും വിശ്വസാഹോദര്യത്തിന്റെയും മഹാപ്രവാചകനായിട്ട് തത്വവേദികളായ ജ്ഞാനികൾ അവതരിപ്പിക്കുന്നത്. ഇത് ചരിത്രമാണ്. ഈ ചരിത്രത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ. നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം. അതിന് വിഘ്നമായിട്ടുള്ളതെല്ലാം ഇല്ലാതെയാകണം. അതായത് മനുഷ്യ സാഹോദര്യത്തിന് വേലിക്കെട്ടുകൾ തീർക്കുന്ന യാതൊരുവിധ ചിന്താഗതികളും സ്പർശിക്കാതെ, ആചാര വിചാര സംസ്കാര ഭാഷാ വൈചിത്ര്യങ്ങൾ ഒന്നുമില്ലാതെ മാനവരാശി ഒന്നായി കഴിയണം എന്നരുളി ചെയ്ത മഹാഗുരു. ആ കർമ്മ പരിപാടിയുടെ ദീപപ്രകാശനമായിരുന്നു അരുവിപ്പുറം വിപ്ലവം. കാലം കാതോർത്തു നിന്ന മഹാവിപ്ലവം. ആ വിപ്ലവാനന്തരം ഗുരുദേവൻ കോറിയിട്ട മഹാമന്ത്രം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. ആ മഹത് മന്ത്രാശ്രയങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഗുരുദേവന്റെ വിശ്വമാനവികത ദർശനമാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യാണാം മനുഷ്യത്വം ജാതി ഗോത്വം ഗവാംയത എന്നരുളി ചെയ്ത മഹാഗുരു വിശ്വമാനവികതയുടെ മഹാപ്രവാചകൻ തന്നെയാണ്. ഗുരുദേവ ദർശനം ഉയർത്തിപ്പിടിക്കുന്ന വിശ്വസാഹോദര്യത്തിന്റെയും വിശ്വമാനവികതയുടെയും ശങ്കുലിനാദം തന്നെയായിരുന്നു 1924 മാർച്ച് 3-4 തീയതികളിലായി ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടന്ന ഏഷ്യയിലെ ഒന്നാമത്തേതും ലോകത്തെ രണ്ടാമത്തേതുമായ സർവമത സമ്മേളനം. ആ സമ്മേളനത്തില് ഭാരതത്തിലെ പ്രമുഖരായ എല്ലാ മതപണ്ഡിതന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ മതം സത്യസന്ധമായി അവതരിപ്പിക്കാൻ അവസരം നൽകുകയും ആ സമ്മേളനത്തിന്റെ ഒടുവിൽ ഗുരു ഒരു സന്ദേശം പരസ്യപ്പെടുത്തുകയും ചെയ്തു. അതാണ് ഫലമതസാരവുമേകം. ആ സമ്മേളനത്തിനൊടുവിൽ ഗുരു ഒരു സന്ദേശം വീണ്ടും പരസ്യപ്പെടുത്തി. അതായത് ഇവിടെ നടന്ന പ്രഭാഷണങ്ങളിൽ നിന്ന് എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ നാം ശിവഗിരിയിൽ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന മതമഹാപാഠശാലയിൽ എല്ലാവിധത്തിലുമുള്ള മതങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കണമെന്ന് നാം വിചാരിക്കുന്നു. ശിവഗിരിയിൽ സ്ഥാപിക്കപ്പെട്ട ബ്രഹ്മവിദ്യാലയം ഗുരുവിന്റെ വിശ്വമാനവികത സങ്കല്പത്തിന് ഉദാഹരണമാണ്. ഏണസ്റ്റ് കെർക്ക് എന്ന യൂറോപ്യൻ ശിഷ്യന് സന്യാസ ദീക്ഷ നൽകുന്ന സമയത്തും ശാരദാംബയുടെ സന്നിധിയിൽ വെച്ച് നടന്ന മിശ്രവിവാഹത്തിലുമൊക്കെ വിശ്വമാനവികത ദർശനം ഉയർത്തിപ്പിടിക്കുന്ന ഗുരുദേവ തൃപ്പാദങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.